ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തള്ളക്കിൽ വന്ന് നിൽക്കണ കണ്ടോ. എൻ്റെ കറിവേപ്പിലയുടെ ഉള്ളിൽ ആളിങ്ങനെ വന്നിരുന്ന് ചലച്ചുകൊണ്ടിരിക്കുന്ന രംഗമാട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പൊതുവേ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ചെറിയ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ചെറിയ ട്രീസ് ആയിക്കോട്ടെ, അവിടെ വന്ന് നിന്നുകൊണ്ട് ആളെ എന്നെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. കളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളിങ്ങനെ വെറുതെ ചലച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ആൾക്ക് എന്നെ കാണുമ്പോൾ പേടിയൊന്നുമില്ല. നേരത്തെ ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോകുമോ എന്നോർത്തുള്ള ടെൻഷനും കൊണ്ടാണ് എന്നെ ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പ്രശ്നമൊക്കെ അല്ല കേട്ടോ. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഫുഡിൻ്റെ പരിപാടിയൊന്നും അല്ല കേട്ടോ. ഇന്ന് നല്ലൊരു ഹെന്നാക്കൂട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഹെന്നാക്കൂട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങളെ ഞാൻ ഈ ചീനച്ചട്ടി ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് ഒരു 2 വർഷം മുമ്പ് ഇവിടെ ഒരാൾ വന്നിട്ട് മേടിച്ചതാണ്. ദേ നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്, എടുത്തോളൂ, നല്ല വിലക്കുറവൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മേടിച്ചതാട്ടോ. വിലക്കുറവെന്ന് പറയാനൊന്നും ഇല്ല, നല്ല റേറ്റൊക്കെ കൊടുത്തു. ഒരു 10-450 രൂപ കൊടുത്തു കേട്ടോ. ഒരു ചെറിയ ചീനച്ചട്ടിയാണ്. പക്ഷെ ഞാൻ അതിൽ ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കറുത്ത് വരും. അതായത് ഇതിൽ നിന്ന് ഇരുമ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ ഉദ്ദേശിച്ച ഒറിജിനൽ ഇരുമ്പല്ല എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ തവണ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി നോക്കിയിട്ടോ. നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി അതുപോലെ 5-6 ദിവസം കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെയൊക്കെ വെച്ച്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല കേട്ടോ. പിന്നെയും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫുഡ് കുറച്ച് കഴിയുമ്പോൾ കറുത്ത് വരും. പിന്നെ കഴുകി വെച്ചാലും ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ഇരുമ്പ് ഒലിച്ചിറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് ഫുഡ് പ്രിപ്പറേഷനായിട്ട് ഈ ചീനച്ചട്ടി ഉപയോഗിക്കാറില്ലായിരുന്നു, അങ്ങനെ മാറ്റി വെച്ചു. ഇപ്പം ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഹെന്നാക്കൂട്ട് ഉണ്ടാക്കാനാണ്. നല്ല റിസൾട്ടാണ്. പൊതുവേ ഹെന്നാക്കൂട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂട്ടുകളൊക്കെ ചേർക്കും, പക്ഷേ അതിൽ ഇരുമ്പിൻ്റെ സത്ത് കറക്റ്റായിട്ട് കിട്ടാറില്ല. പക്ഷേ ഇതിൽ ധാരാളം ഇരുമ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര റിസൾട്ടായിട്ട് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. അങ്ങനെ നഷ്ടമായില്ല എനിക്ക്. ആ കാശ് കൊടുത്തത് കൊണ്ട് എനിക്ക് നഷ്ടം വന്നില്ല എന്ന് ഉള്ള ഒരു സമാധാനം എനിക്ക് പിന്നീട് ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ ഹെന്നാക്കൂട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനുണ്ടല്ലോ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ സ്മോൾ പീസാക്കി കട്ട് ചെയ്തിട്ട് വെള്ളം ചേർക്കാണ്ട് മിക്സിയുടെ ജാറിൽ അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തു കേട്ടോ. പിന്നെ അത് നന്നായിട്ട് നീര് കിട്ടണമെങ്കിൽ നമ്മളൊരു തോർത്തിലിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അല്ലാണ്ട് അരിപ്പയിലിട്ട് പിഴിഞ്ഞെടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഒരു തോർത്ത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ ചീനച്ചട്ടിയിലേക്ക് മൈലാഞ്ചിപ്പൊടി, നീലയമരി പൗഡർ, നെല്ലിക്ക പൗഡർ, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈലാഞ്ചിപ്പൊടി കുറച്ച് മേലെ നിൽക്കണം കേട്ടോ. നമ്മുടെ ഹെയറിന് എന്തോരം ലെങ്ത് ഉണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ 3 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ നീലയമരി പൗഡറും 1/2 ടീസ്പൂൺ നെല്ലിക്ക പൗഡർ, അങ്ങനെയാട്ടോ എൻ്റെ അളവ്. അപ്പോൾ ഇത് തലേന്ന് രാത്രി ചെയ്ത് വയ്ക്കണം കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ കൂട്ടുണ്ടാക്കുമ്പോൾ ഞാൻ ചായപ്പൊടി, കാപ്പിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു കൂട്ടുണ്ടാക്കും. അതായത് ഒരു വെള്ളം ഉണ്ടാക്കും. അതായിരുന്നു ചേർത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് മാറ്റിയിട്ട് എനിക്ക് ഈ ബീട്രൂട്ടിൻ്റെ നീര് ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക മാറ്റം എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ബീട്രൂട്ടിൻ്റെ നീരെടുത്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഹെന്നാക്കൂട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹെന്നാക്കൂട്ട് ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇരുമ്പിൻ്റെ സത്ത് കൂടുതൽ കിട്ടണമെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതിലുണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കണം. രാവിലെ നമുക്ക് എടുത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. രാവിലെ നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിൽ 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ പൊടികളൊന്നും കട്ട പിടിക്കാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കട്ട പോലും ഉണ്ടാവാൻ പാടില്ല, അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ഇരുമ്പ് ചട്ടിയിൽ ഇങ്ങനെ ഇരുമ്പിൻ്റെ അംശം നന്നായിട്ട് ഒലിച്ചിറങ്ങുന്നത് കൊണ്ട് തന്നെ അതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. എൻ്റെ ഹെന്നാക്കൂട്ടിൻ്റെ കളറ് നന്നായിട്ട് ഇങ്ങനെ കറുത്ത് വരും. അപ്പം നിങ്ങൾ ഇതുപോലെ പറ്റിപ്പി പോയി ചാടണം എന്ന് അല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്. അന്ന് ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി മേടിച്ചതാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഹെന്ന ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് ഇരുമ്പിൻ്റെ സത്ത് എനിക്ക് അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നുള്ളതാണ് കേട്ടോ. അത് നന്നായിട്ട് കറുത്ത് ആ ബീട്രൂട്ടിൻ്റെ നീരും കൂടി ആയപ്പോൾ നന്നായിട്ട് ഒരു റെഡും ബ്ലാക്കും കൂടി ഉള്ളൊരു കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും മാത്രമാണ് ഞാൻ നൈറ്റിൽ ചെയ്യുന്നുള്ളൂ. ഞാനിത് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്.
അപ്പോൾ ഇതാണ് ഒരു ഓവർ നൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ച ഹെന്നാക്കൂട്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. തൈര് ഒരു ചെറിയ ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ നാരങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ ചേർക്കുന്നതിലേക്കായും കുറച്ചുകൂടി നല്ലത് തൈര് ചേർക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു എഗ്ഗിൻ്റെ വൈറ്റാട്ടോ ചേർക്കുന്നത്, യെല്ലോ നമ്മൾ ചേർക്കുന്നില്ല. നാടൻ എഗ്ഗാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ അങ്ങനെ നാടൻ എഗ്ഗൊന്നും നമ്മുടെ വീടുകളിൽ അങ്ങനെ കിട്ടാറില്ലല്ലോ. ഇവിടെ പൊതുവേയും വൈറ്റ് വെള്ളക്കോഴിയുടെ മുട്ടയാണ് മേടിക്കാറ്. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് കോഴിയുടെ വെള്ളയാട്ടോ ചേർക്കുന്നത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ സ്പെഷ്യൽ ഹെയർ ഓയിലാട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാട്ടോ. ഇതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഗുണമുള്ള ഹെയർ ഓയിലാണ്. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്ന ഹെയർ ഓയിലൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ തന്നെയാട്ടോ ഇവിടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കും ഹസ്ബൻഡിനും കൂടി വേണ്ടി കേട്ടോ. അപ്പോൾ ആണുങ്ങൾക്കാകുമ്പോൾ കുറച്ച് മതിയല്ലോ. എനിക്ക് ഹെയറിന് കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് കുറച്ചധികം എനിക്കാണ് വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഇരുമ്പിൻ്റെ പുറത്ത് ഇരുമ്പ് എന്ന് പറയുന്ന അവസ്ഥയാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ഹെന്നയ്ക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചീനച്ചട്ടിയാണ്. നന്നായിട്ട് ഇരുമ്പ് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അത് ഹെയറിനൊരു എക്സ്ട്രാ റിസൾട്ട് തന്നെയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ ഞാൻ ഇത് ആദ്യത്തെ തവണയൊന്നും അല്ല കേട്ടോ. ഇതിന് മുമ്പൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് ഹെന്നാക്കൂട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയാലാട്ടോ നമുക്ക് ഇതുപോലൊരു റിസൾട്ട് കിട്ടുള്ളൂ. ബീട്രൂട്ടിൻ്റെ നീരും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും കൂടി ആയപ്പോൾ അതിൻ്റെ ആ ഹെന്നയുടെ കളറ് തന്നെ വേറൊരു ലെവലിലാണ്. അതുപോലെ തന്നെയാണ് നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും ഒരു പ്രത്യേക ഫിനിഷിങ്ങും കളറൊക്കെയാണ് ഹെയറിനായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് വീഡിയോ എടുക്കുന്നതിനുള്ള പരിമിതി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഹെയറിന് ലെങ്ത് ഉള്ളവരൊക്കെ ആകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഇത്തിരി പ്രയാസം ഉണ്ടാകും. അപ്പോൾ വേറൊരാളെ വെച്ചിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതൊരു മാസത്തിൽ 2 തവണയൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഇപ്പം നരച്ച ആളുകളുടെ നരച്ച മുടി കറുക്കാനും അതുപോലെ ഹെയർ നന്നായിട്ട് ഗ്രോ ആവാനും ഇപ്പോൾ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് തേക്കുന്ന ടൈമിൽ നല്ല കൂളിംഗ് ആട്ടോ, നല്ല തണുപ്പാണ്. പിന്നെ ഇത് തേച്ചിട്ടുണ്ടല്ലോ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു നോർമൽ ഷാമ്പു എടുത്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാട്ടോ. വാഷ് ചെയ്ത് ഡ്രൈ ആക്കി കഴിയുമ്പോൾ ഹെയറിന് നല്ല കളറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.